മങ്കടയിൽ ഇത്തവണ തീപാറും പോരാട്ടമാണ്. അങ്ങനെയാണ് ഒരു പ്രതീതി. കുന്നത്ത് മുഹമ്മദ് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ മഞ്ഞളാംകുഴി അലി മണ്ഡലം നിലനിർത്താനായി മത്സരിക്കുന്നു. ലിജോയ് പോൾ NDA സ്ഥാനാർത്ഥിയായും മത്സരിക്കുന്നു. മങ്കടയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറത്തെ മറ്റ് പല മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി TK റഷീദ് അലി കഴിഞ്ഞ 2 തവണ മത്സരിച്ചപ്പോഴും 10,000-ൽ താഴെയായിരുന്നു UDFന്റെ ഭൂരിപക്ഷം. അപ്പോൾ ചെറിയ ഭൂരിപക്ഷം എന്ന ഒരു ഘടകം. 2, LDF തരംഗം ഉള്ള സമയത്ത് പലപ്പോഴും നിന്നിട്ടില്ലെങ്കിലും UDF തരംഗം ഉണ്ടായ 2001-ൽ മലപ്പുറത്ത് LDF ജയിച്ച ഒരേ ഒരു മണ്ഡലം മങ്കടയായിരുന്നു, മഞ്ഞളാംകുഴി അലി. ഈ മണ്ഡലമല്ല എങ്കിൽ പോലും. അതുകൊണ്ട് മാറ്റം മറിച്ചിലുകളുടെ സാധ്യത മങ്കടയെക്കുറിച്ച് പറയാമോ? മങ്കട, പെരിന്തൽമണ്ണ തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലങ്ങളാണ്. ചെറിയ ഇടത് പോക്കറ്റുകളൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ്. ഏകപക്ഷീയമായി ലീഗിനൊരു വലിയ മുൻതൂക്കം ഉള്ള മണ്ഡലമല്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെ LDFനുണ്ട്. പക്ഷേ നിലവിൽ നോക്കുമ്പം ഒരു മലപ്പുറം ആകെ ജില്ലയിൽ നമ്മൾ പരിശോധിച്ച മണ്ഡലങ്ങൾ നോക്കുമ്പം പെരിന്തൽമണ്ണയിലൊന്നും LDFന് അവർക്കൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റൊരു സാഹചര്യം ലീഡിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രതിഫലനം മങ്കടയിലേക്കും ഉണ്ടാകാം. മഞ്ഞളാംകുഴി എനിക്ക് തീരെ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ നിർബന്ധിച്ച് മത്സരിക്കാൻ സാഹചര്യം ഉണ്ടായി. പക്ഷേ മുൻ വർഷങ്ങളിൽ സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരുന്ന TK റഷീദ് അലി തവണ ഒരു പുതിയ സ്ഥാനാർത്ഥി അവിടെ വരുന്നു. അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. അത് എത്രമാത്രം വിജയത്തിലേക്ക് എത്തുമെന്നുള്ളത് നമുക്ക് സ്കോർ നോക്കാം. മങ്കടയിൽ മഞ്ഞളാംകുഴി അലിക്ക് തന്നെയാണ് ലീഡെന്നാണ് ട്രെൻഡ്. 52.80, 42.98 മാത്രമേ കുന്നത്ത് മുഹമ്മദ് എത്തുന്നുള്ളൂ. 4.22 ഇന്ത്യയുടെ വോട്ട് ഷെയർ. 9.82 എന്നുള്ളത് ഇതൊന്നും കഴിഞ്ഞ 2 തവണത്തേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ കഴിഞ്ഞ 3 തവണത്തേക്കാൾ കൂടുതൽ ഉയർന്ന ഭൂരിപക്ഷമാണ്. പക്ഷേ ഒരു ഫാക്ടർ അവിടെയുള്ളത്, ഈ കുന്നത്ത് മുഹമ്മദ് മുസ്ലിം ലീഗിനകത്ത് വലിയ സ്വാധീനമുള്ള, ആ മേഖലയിൽ പ്രാദേശികമായ സ്വാധീനമുള്ള ആൾ. അപ്പോൾ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് പിന്തുണ, സമസ്തയിലെ ഒരു വിഭാഗത്തിന് പിന്തുണ, അങ്ങനെ നമ്മുടെ സംസ്ഥാന പൊളിറ്റിക്സ് അല്ലാതെ മങ്കടയുടെ ആഭ്യന്തര രാഷ്ട്രീയം കൂടി പരീക്ഷിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. LDF കണ്ണുവെക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ഇത്തവണ മങ്കട. പ്രാദേശിക വിഷയങ്ങൾ എത്രമാത്രം, അല്ലെ പ്രാദേശിക ഫാക്ടറുകൾ എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നുള്ളത് നമുക്ക് റിസൾട്ട് വരെയും ഒരു പക്ഷേ കാത്തിരിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് അവിടെ നോക്കുമ്പം മറ്റ് ചോദ്യങ്ങൾക്കെല്ലാം UDF അനുകൂല സാമ്പിളുകളാണ്. മറ്റ് എന്ത് ചോദ്യങ്ങൾ, രാഷ്ട്രീയപരമായ എല്ലാ ചോദ്യങ്ങൾക്കും വലിയ മുൻതൂക്കം UDFന് കിട്ടുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും മങ്കടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UDF ആ സീറ്റ് കംഫർട്ടബിൾ മാർജിനിൽ നിലനിർത്താനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. പൊളിറ്റിക്കലി അതൊരു UDF മണ്ഡലമാണ്. പക്ഷേ കുന്നത്ത് മുഹമ്മദിന്റെ സ്ഥാനാർത്ഥിത്വം ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഓളം ഉണ്ടാക്കുകയോ ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുള്ള എന്തായാലും 9 പോയിന്റിൽ കൂടുതലുള്ള മുൻതൂക്കം അവിടെ എന്തായാലും UDFനുണ്ട്.